14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ഒരു പ്രതിയെ ഒരു കേസിൽ കോടതിയിൽ ഹാജരാക്കിയാൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയാൽ പോലും സാധാരണ നിലയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യലാണ് 14 ദിവസത്തേക്ക് ഉണ്ടാവുക. പിന്നീടാണ് ഈ കസ്റ്റഡി ആപ്ലിക്കേഷൻ പരിഗണിക്കുക. പക്ഷേ ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണം എന്ന ഗൗരവം കോടതി നടപടികളിലാകെ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. 14 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി നിയമ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തെളിവ് ശേഖരണത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവശം വയ്ക്കാം, തെളിവെടുപ്പിനായി കൊണ്ടുപോകാം എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ കോടതി നടപടികളിൽ നിന്ന്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രഹസ്യ സ്വഭാവത്തിലായിരുന്നു കോടതിയുടെ നടപടിക്രമങ്ങൾ. CK അഭിലാൽ, R അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി കോടതി പരിസരത്തുണ്ട്. ആദ്യം R അനന്തകൃഷ്ണനിലേക്കാണ്. അനന്തൻ, 14 ദിവസത്തേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. അപ്പോൾ സ്വാഭാവികമായും സന്നിധാനത്ത് തെളിവെടുപ്പുണ്ടാവും, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു പക്ഷേ വേണമെങ്കിൽ തെളിവെടുപ്പുണ്ടാവും, ഹൈദരാബാദിൽ, ബംഗളൂരുവിൽ ഉൾപ്പെടെ, ചെന്നൈയിൽ ഉൾപ്പെടെ തെളിവെടുപ്പുണ്ടാകും. അത്തരമൊരു സമയം ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയായിട്ടായിരിക്കില്ലേ ഇങ്ങനെ ഒരു കസ്റ്റഡി, ദീർഘദിവസ കസ്റ്റഡി അനുവദിച്ചിരിക്കുക? രതീഷ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കസ്റ്റഡി ആപ്ലിക്കേഷൻ അംഗീകരിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലാണ് അറസ്റ്റ് ചെയ്തത്. ആ 2 കേസുകളിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇനി എങ്ങോട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ ഇവിടെ പത്തനംതിട്ടയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പ് ഓഫീസിലേക്കാകാം, ഒന്നിൽ SP-യുടെ ക്യാമ്പ് ഓഫീസിലോ അല്ലെങ്കിൽ SP-യുടെ ഓഫീസിലോ, അതല്ലെങ്കിൽ ഈ SITക്ക് ഇവിടെ പ്രത്യേകം സംവിധാനമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ 10 മിനിറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വക്കീലുമായി സംസാരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഈ കേസിന്റെ നടപടികൾ വളരെ ഗൗരവത്തോടെയാണ് കോടതി കാണുന്നത്. മാത്രമല്ല, ഇതിന്റെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് ഹൈക്കോടതി ഇതിന്റെ വിവരങ്ങൾ ചോരാതെ നോക്കണം എന്ന് SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാകണം ഈ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആക്കാൻ പറഞ്ഞത്. കാരണം റിമാൻഡ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം SIT ഒരാഴ്ച നടത്തിയ അന്വേഷണത്തിന്റെ ആകത്തുക ഇതെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമാക്കി എഴുതുകയും ചെയ്യും. അപ്പോൾ അത് പുറത്തു വന്നാൽ ഒരുപക്ഷെ അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു പ്രതികൾക്ക് അത് അനുകൂലമായി ഭവിക്കാനുള്ള, അവർക്ക് നിയമപരമായ പരിരക്ഷകൾ തേടാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചാകണം ഇൻ ക്യാമറ പ്രൊസീഡിംഗ് വേണമെന്ന് പറഞ്ഞത്. ഏതായാലും റിമാൻഡ് റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഭാഗത്തിന് കൊടുക്കുക എന്നുള്ളൊരു നടപടിയുണ്ട്. അങ്ങനെ പ്രതിഭാഗത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും ഹൈക്കോടതി രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം നിർദ്ദേശ കാര്യത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരാനുള്ള സാധ്യതയും കുറവാണോ? റിമാൻഡ് റിപ്പോർട്ട് വരികയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കേസിലെ ചിത്രം എന്നതും വ്യക്തമാകില്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ FIR പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2 FIR ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അത് റാന്നി കോടതിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് FIR പോലും ബന്ദോബസ്തിലാക്കിയാണ് കോടതി നടപടികൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, 1ാം പ്രതി 2 കേസുകളിലും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹോംവർക്ക് എല്ലാം അന്വേഷണ സംഘം SIT ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. പുലർച്ചെ 3 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുവരെയുള്ള വിവരങ്ങളിൽ ചിലത് മാത്രമാണ് നമുക്ക് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അത് മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ പുറത്തുവിടുകയും ചെയ്തു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് വലിയ ഒരു ഗൂഢാലോചന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അയാൾ അത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വന്നപ്പോൾ മുതൽ തന്നെ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന ഉണ്ടായി. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറം നമ്മൾ തേടുന്ന ഒരു ഉത്തരമാണ്. അത് ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ, കൊള്ളയടിച്ചുകൊണ്ടുപോയ ആ സ്വർണ്ണ ഉരുപ്പടി എവിടെ എന്നുള്ളതാണ്. അത് ഉരുക്കി മാറ്റിയിട്ടുണ്ടോ എങ്കിൽ അതെവിടെ? അതല്ല, ഉരുക്കാതെ മറ്റാർക്കെങ്കിലും ഭക്തിയുടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതെവിടെ? അതിനുള്ള ഉത്തരം ഒരുപക്ഷെ SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഒരു കേസിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പക്ഷേ ഈ കേസിൽ SIT
ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പൊടുന്നനെ അത് അറസ്റ്റ് പുലർച്ചെ 3 മണിക്ക് രേഖപ്പെടുത്തുന്നു. പിന്നെ കോടതി തുറക്കുമ്പോഴേക്കും കോടതിക്ക് മുൻപാകെ എത്തി കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. അതാണിപ്പോൾ റാന്നി കോടതിയിൽ കണ്ടത്. അപ്പോൾ കോടതി പ്രോസിക്യൂഷന്റെ പോലീസിന്റെ SITയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. എത്ര ദിവസമാണോ? സാധാരണഗതിയിൽ ഇത്രയും ദിവസമൊന്നും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കൊടുക്കാറില്ല ഒരു കേസിലും. കൊലപാതക കേസുകളിൽ പോലും കൂടിയാൽ 3-4 ദിവസം. പക്ഷേ ഈ കേസിൽ 14 ദിവസം എന്ന് പറയുന്നത് സുദീർഘമായ കസ്റ്റഡിയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. അപ്പോൾ ആ 14 ദിവസം നീണ്ട ഒരു വിപുലമായ അന്വേഷണത്തിന്, കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ അയ്യപ്പസ്വാമിയുടെ സ്വർണം എടുക്കുക എന്നുള്ളതാണ്. അതെവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബാംഗ്ലൂർ പോകണം, ചെന്നൈ പോകണം, ഹൈദരാബാദ് പോകണം, ബെല്ലാരി പോകണം. ഇവിടെയെല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. അവിടെയെല്ലാം പങ്കാളികളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് അന്വേഷണം നടക്കുമെന്ന കാര്യം കൂടി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടാകണം. ശരിയാണ്, അക്കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ കേസിന്റെ പ്രൊസീജിയറൽ നടപടിക്രമങ്ങളിൽ.